മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്നേഹസമ്മാനം മധുരമൊഴി. മധുരമൊഴിയിൽ ചില കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളാണ്, ചില അനുഭവങ്ങൾ, ചില വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, സഭയുടെ പ്രബോധനങ്ങൾ, നമ്മുടെ കുടുംബം എങ്ങനെ ഒത്തൊരുമിച്ച് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്ത് മധുരകരമായി സ്വർഗത്തിൽ എത്തിച്ചേരാമെന്നതിനുള്ള ചെറിയ ശ്രമങ്ങളാണ് ഇവിടെ. ഇന്നത്തെ മധുരമൊഴിയിൽ നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ഡെയ്സി മാത്യു ആണ്. സ്നേഹമുള്ളവർ ഡെയ്സി ആൻറ്റി എന്ന് വിളിക്കും. ആൻറ്റി തിരുവനന്തപുരംകാരിയാണ്. ആൻറ്റി ഒത്തിരി നാളായിട്ട് കൗൺസിലിംഗ് മേഖലയിൽ ഒത്തിരി ആത്മാക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മോടൊപ്പമുള്ള കുടുംബം എറണാകുളത്തു നിന്നുള്ള ബഹുമാനപ്പെട്ട ജോസ് ഡൊമിനിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നിമ്മി ചേച്ചിയുമാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും മധുരമൊഴിയിലേക്ക് സ്വാഗതം. ഏകദേശം 1962 ആ വർഷത്തിൽ സഭയിൽ വലിയൊരു വിപ്ലവാത്മകമായ മാറ്റം സംഭവിച്ചു. ഏകദേശം ആ സമയങ്ങൾക്ക് മുമ്പായിട്ടാണ് സഭയിൽ ജോൺ 23 മാർപ്പാപ്പ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എല്ലാവരും പറഞ്ഞു വയസ്സൻ മാർപ്പാപ്പയെന്നും മാധ്യമങ്ങൾ ഉൾപ്പെടെ കളിയാക്കി. വയസ്സൻ മാർപ്പാപ്പ, പെട്ടെന്ന് മരിച്ചു പോകാൻ സാധ്യതയുള്ള മാർപ്പാപ്പ എന്ന് കുറേ കളിയാക്കി. പക്ഷേ പിന്നീട് ഇതെല്ലാവരും തിരുത്തി. കാരണം ഈ ജോൺ 23 മാർപ്പാപ്പയാണ് സഭയിലെ പുതിയ വസന്തം കൊണ്ടുവന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയ്ക്കായി സമ്മാനിച്ചത്. സഭയ്ക്കായി സമ്മാനിക്കാൻ കാരണമായി തീർന്നത്, സ്വർഗത്തിൻ്റെ കാരണമായി തീർന്നത്. അദ്ദേഹം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുപാട് ഒത്തിരി വിമർശനങ്ങളുണ്ടായി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കാർഡിനൽസൊക്കെ ഒത്തിരി വിമർശിച്ചു. എന്തിനാണ് ഇപ്പോൾ, എന്താണ് ആവശ്യം? പ്രത്യേകിച്ച് സഭയ്ക്ക് ക്രൈസിസുകളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഇതിന് എതിർ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ഒരു കാർഡിനെ വിളിച്ചുകൊണ്ട് ജോൺ 23 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വന്നു. മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അകത്ത് കയറി വീണ്ടും അദ്ദേഹം വാതിലുകളൊക്കെ ഭദ്രമായിട്ട് അടച്ചു. എന്നിട്ട് തൻ്റെ കിടപ്പ് മുറിയുടെ അരികിലുള്ള ജനാലയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ജനാല അടച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹം ജനാല രണ്ടും മനോഹരമായി തുറന്നു. അങ്ങ് കിഴക്കൻ മലനിരകളിൽ നിന്നുള്ള മനോഹരമായ തണുത്ത കാറ്റ് ആ മുറിയിലേക്ക് അടിച്ചു കയറി. ഇവർ രണ്ടുപേർക്കും പെട്ടെന്നൊരു കുളിർ അനുഭവപ്പെട്ടു. പിതാവ് പറഞ്ഞു, ഇതിനാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരാൻ പോകുന്നത്. സഭയ്ക്ക് ഒരു പുതുവസന്തം വേണം, പുത്തൻ കാറ്റടിക്കണം. അകത്തുള്ള മലീമസമായ അഴുക്കുള്ള കാറ്റ് പുറത്തേക്ക് പോവുകയും പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ കാറ്റ് സഭയിൽ അടിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, പരിശുദ്ധാത്മാവ്. കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് എങ്ങനെ അടിക്കണം? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവെന്ന വ്യക്തി കുടുംബത്തെ നയിക്കുന്ന തിരുക്കുടുംബങ്ങളായി എങ്ങനെ തീരാം? പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകളിലൊക്കെ മറന്നു പോകുന്നൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ സഭയിലൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈശോയിലേക്കാണ്. വല്ലപ്പോഴൊക്കെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്നൊക്കെ അനുസ്മരിക്കുമെങ്കിലും പരിശുദ്ധാത്മാവിന് പലപ്പോഴും നമ്മൾ സ്ഥാനം കൊടുക്കാറില്ല. പക്ഷേ ഈശോ പറഞ്ഞെന്താ? സഹായകൻ, ദ ഹെൽപ്പർ, അവൻ വന്നു കഴിയുമ്പോൾ എല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആകെ പരിശുദ്ധാത്മാവിനെ ഓർക്കുന്ന എനിക്ക് തോന്നുന്നു പലപ്പോഴും സ്കൂളിലൊക്കെ ബെല്ലടിക്കുമ്പോൾ രാവിലെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വരാൻ കത്തോലിക്ക സ്കൂളാണ് പാട്ട് പാടും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും കത്തോലിക്ക സമ്മേളനം, നമുക്ക് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കാം. എന്തിനു പാടുന്നോ എപ്പോൾ പാടുന്നോ ആർക്കും അറിഞ്ഞുകൂടെ, എന്നാലും നമ്മളങ്ങ് കൂടി പാടും. ഇതൊക്കെയാണ് ആകെ നമ്മൾ പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പടം കാണുമ്പോൾ, തീനാവ് കാണുമ്പോൾ, പ്രാവ് കാണുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസ്മരിക്കും. അല്ലാതെ ആസ്വദിച്ച് പരിശുദ്ധാത്മാവിന് വലിയ റോളൊന്നും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ ഏറ്റവും നമ്മൾ സഭയുടെ ചരിത്രം നോക്കിയാലും അപ്പസ്തോല പ്രവർത്തനം നോക്കിയാലും ഏറ്റവും കൂടുതൽ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന വസന്തമാണ് പരിശുദ്ധാത്മാവ്. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ബാല്യത്തിലൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിന് താല്പര്യമൊന്നുമില്ല, നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്ന് നവീകരണം കണ്ടു തുടങ്ങി ധ്യാനത്തിലേക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്കാണ് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര സംഭവം എന്നൊക്കെ മനസ്സിലായത്. ഇപ്പോൾ ധ്യാന ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഭാഷാവർത്തനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊക്കെ കുഞ്ഞിനെ ഇങ്ങനെ വായും പൊളിച്ച് നിന്നിട്ട് എന്താ സംഭവം. ചില ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്ക് മനസ്സിലാകാത്ത കുറേ സാധനങ്ങളൊക്കെ വിളിച്ച് പറയുന്നു, കുറേ ഭാഷകളൊക്കെ ഹാലാലാലൊക്കെ വെക്കുന്നു. അപ്പോൾ എന്താ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടാൻ വേണ്ടി പോയി. ധ്യാനം കൂടാൻ പോയപ്പോഴത്തേക്ക് കുറച്ച് ആകെ 10-20 പേർക്കുള്ള ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിൻ്റെ ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൻ്റെ അവസാനം ഒരച്ഛൻ പറഞ്ഞു, ഇന്നത്തെ വൈകുന്നേരത്തെ ആരാധനയ്ക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ അനുഭവിക്കാൻ പോവുക. നിങ്ങൾക്ക് വേണ്ട വരദാനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതിയിട്ടോ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ അന്ന് ഉച്ച മുതൽ പ്രിപ്പറേഷൻ തുടങ്ങി, ഏത് ചോദിക്കണം. ഞാൻ നോക്കിയപ്പോൾ രോഗശാന്തി ചോദിക്കാം. അതാകുമ്പോഴത്തേക്ക് പിന്നെ അച്ഛന്മാരൊക്കെ കൈവെക്കുന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മരിച്ചവിടെ എഴുതിട്ട് പോകുന്നു, അല്ലെങ്കിൽ മുടന്നം നടന്നു പോകുന്നു, അങ്ങനെ ചില നമുക്ക് പെട്ടെന്ന് പ്രഗത്ഭനാകാമല്ലോ. അത് വേണ്ട.
എന്നാൽ പിന്നെ നമുക്ക് പ്രവചനപരം ചോദിച്ചാലോ? പെട്ടെന്നൊരു ഉപയോഗമില്ല. അവസാനം ഞാൻ വിചാരിച്ചു എല്ലാവരും പറയുന്ന ഈ സംഭവം എന്നാന്ന് അറിയണമല്ലോ, ഈ ഷാലാലാലാലൊക്കെ എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ കൊണ്ട് എഴുതിയിട്ടു എനിക്ക് ഭാഷാപരം വേണം. ഞാൻ ലിസ്റ്റൊക്കെ കൊണ്ട് എഴുതി അവിടെ ഇട്ടു. ഉണ്ട് ആരാധന സമയമായി. ആരാധന സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര സ്തുതിച്ചൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ ചോദിച്ച് എഴുതി വെച്ചിരിക്കുന്ന വരം കിട്ടുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിട്ടൊന്നും വരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ വായൊക്കെ ചലിക്കാൻ തുടങ്ങി. പിന്നെ ഞാനങ്ങ് പെട്ടെന്ന് ലൈറ്റ് ഡിം ലൈറ്റൊക്കെ ആയിട്ട് രക്ഷപ്പെട്ടു. വേറെ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വാവത്തി പിടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് എടുത്ത് അങ്ങ് ഉപയോഗിക്കുകയാണ്. ശക്തമായ ഭാഷാപരം. അന്നത്തോടെ നമുക്ക് മനസ്സിലായി ഈ വ്യക്തി കൂടെ നടക്കുന്ന ആളാണ്. സഹായകൻ ഈശോ ചുമ്മാ പറഞ്ഞതല്ല, നമ്മുടെ ഒപ്പം നടക്കുന്ന റിയാലിറ്റിയാണ്. നമ്മൾ വിളിക്കാത്തത് കൊണ്ട് ആക്റ്റീവ് ആകാത്തതാണ്. ആദ്യ കൂദാശയായ മാമോദീസ മുതൽ ഓരോ കൂദാശകളിലും നമുക്ക് തുടർച്ചയായിട്ട് കിട്ടുന്നതാണ് ഈ സഹായകനെ. ആൻറ്റിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ആൻറ്റി കൗൺസിലിംഗ് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളായതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ആൻറ്റിയുടെ ചോദ്യം, ഈ ഒരു സഹായകൻ, ദ ഹെൽപ്പർ, അങ്ങനത്തെ ഒരു അനുഭവം എപ്പോഴെങ്കിലും ആൻറ്റിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നും സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഉള്ള ഒരു ജീവിത അനുഭവങ്ങൾ എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ പങ്കുവെക്കാം. ഇപ്പം ഞാനൊരു ഞായറാഴ്ച ഇങ്ങനെ ഈ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആശ്രമം, ഒരു അനാഥാലയമുണ്ട്, അവിടെ പോകാനായിട്ട് ഞാനും എൻ്റെ മോളന്ന് മോളെയും സ്കൂട്ടറിൻ്റെ പുറയിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പോയി. പോകുന്ന വഴിക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇച്ചിരി ബിസ്ക്കറ്റും ബ്രെഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോയി. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും തീർന്നു. അത് പക്ഷേ എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. അത് അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് ഞാൻ പോയി അവരെ സന്ദർശിച്ച് അവരുടെ കൂടെയൊക്കെ കുറേ നേരം ഇരുന്ന് കളിച്ച് പാട്ട് പാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങനെ പോരാൻ നേരത്ത് എനിക്ക് എന്തോ തോന്നി, എൻ്റെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് ഒന്ന് തുറന്ന് നോക്കണമെന്ന്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം പെട്രോൾ ടാങ്കിനകത്ത് ഏതാണ്ട് എൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു മില്ലിമീറ്റർ അത്രയും മാത്രം ഒരു അളവിനുള്ള പെട്രോളേ ഉള്ളൂ അതിനകത്ത്. എനിക്കറിയാം 10-25 കിലോമീറ്റർ ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഈ പെട്രോൾ കൊണ്ട് മാനുഷ്യമായിട്ട് എനിക്ക് വീട്ടിലെത്താൻ പറ്റത്തില്ല. എൻ്റെ കൂടെ ഇറങ്ങി വന്ന സിസ്റ്റർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്തുവാ ഡേസി ഇത്? അപ്പോൾ സിസ്റ്ററും പെട്രോൾ ടാങ്കിലോട്ട് നോക്കിയിട്ട് സിസ്റ്ററും ഭയങ്കര അത്ഭുതം, എങ്ങനെ എത്തും എന്നുള്ള രീതിയിൽ നോക്കി. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു, ഡേസി പൊക്കോ, ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞോളാം. അപ്പം ഞാനും വിചാരിച്ചു ശരിയാ, പരിശുദ്ധാത്മാവ് സഹായകനാണല്ലോ. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ട് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി അങ്ങ് വിട്ടു. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ പരിശുദ്ധാത്മാവേ, ഇത്രയും പെട്രോളും കൊണ്ട് എന്നെ വീട്ടിലെത്തിക്കാൻ നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് മോളോടും പറഞ്ഞു, മോളെ നീയും പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോവുക. അപ്പോൾ ഈ പെട്രോൾ ടാങ്കിൻ്റെ ഇൻഡിക്കേറ്റർ എനിക്ക് നോക്കാനുള്ള ധൈര്യമില്ല, അതിങ്ങനെ എംറ്റിയിൽ വന്ന് ഇങ്ങനെ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനിലാണോ എന്തോ എനിക്ക് വഴിയും തെറ്റി. ഞാൻ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി 2 കിലോമീറ്റർ ഞാൻ വഴി തെറ്റിപ്പോയെന്നുള്ളു, കൂടിപ്പോയെന്നുള്ളു. അവിടുന്ന് പിന്നെ ഞാൻ തിരിച്ചു വന്നു. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ കൂനുമേ കുരു എന്നുള്ള രീതിയിൽ അതും എക്സ്ട്രാ ആയിട്ട് ചിലവായിപ്പോയി. ഞാനിങ്ങനെ തിരിച്ചു വന്ന് എന്നിട്ട് ഞാൻ കുറേ ദൂരം പിന്നെ ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ അറിയാതെ ഈ ടെൻഷൻ കൊണ്ട് ഞാൻ പരിശുദ്ധമാവെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആ പെട്രോളിൻ്റെ ഇൻഡിക്കേറ്ററിൽ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ ആ ഇൻഡിക്കേറ്ററിൻ്റെ സൂചി ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ വെച്ചത് എന്തിനാ ഇത് വിറയ്ക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് ആ സൂചി പതുക്കെ അനങ്ങി എംറ്റി എന്നുള്ള ഈന്ന് മാറി എഫിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു, ഫുള്ളിൽ വന്നിരിക്കുന്നു. ഞാൻ സ്തംഭിച്ചു പോയി. പിന്നെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇത് ചിലപ്പോൾ ഇൻഡിക്കേറ്റർ കേടായതായിരിക്കും, പെട്രോൾ ടാങ്കിൻ്റെ ഇൻഡിക്കേറ്റർ കേടായതായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെ സഹായിക്കണേ, ഈ പെട്രോൾ കൊണ്ട് ഞാൻ വീട്ടിലെത്തിക്കണമെന്ന് അങ്ങനെ ഞാൻ പറയുന്നുമുണ്ട്. ഞാൻ വീട്ടിൽ ചെന്ന് എത്തിയ ഉടനെ വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് ആദ്യം ചെയ്ത് പെട്രോൾ ടാങ്ക് തുറന്ന് നോക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് അന്നേരം ആ ഗാർഡനിൽ നിന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ പുള്ളി വെച്ച് ഇതെന്താടി, സാധാരണ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കും പെട്രോൾ ഉണ്ടോ എന്നുള്ളത്, നീ എന്താ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടാണോ നോക്കുന്നത് വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടോ എന്ന്. ഞാൻ ചേട്ടാ 1 മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിത് തുറന്ന് നോക്കിയപ്പോഴത്തേന് പെട്രോൾ ടാങ്ക് ഫുള്ളാണ്, നിറച്ച് പെട്രോൾ. ചുമ്മാതെ എല്ലാ ഇൻഡിക്കേറ്ററും അങ്ങനെ വന്നിരുന്നത്. പരിശുദ്ധാത്മ അപ്പം തന്നെ അവിടെ തന്നെ മുട്ടുമ്പോൾ നിന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പരിശുദ്ധാത്മ നീ ഒരു വ്യക്തി സഹായകനാണല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു അനുഭവമാണ് അല്ലേ തിരുവചനം പറയുന്നത്. എത്രയോ അധികമായി ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുള്ളത്. നിങ്ങളെല്ലാവരും തന്നെ തിരുപ്പട്ട ശുശ്രൂഷകൾ കൂടിയിട്ടുണ്ടായിരിക്കും. തിരുപ്പട്ട ശുശ്രൂഷ ഞാൻ പ്രത്യേകിച്ച് അച്ഛനാവുന്നതിന് മുമ്പ് ഞങ്ങൾ കൂടിയിട്ടില്ല. പ്രത്യേകിച്ച് അച്ഛനാവാൻ ചേർന്ന് പ്രത്യേകിച്ച് ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് പൗരോഹിത്യത്തിലേക്ക് അടുക്കുന്ന സമയങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് ഇത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമായിരുന്നു. കാരണം ഞാനും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ശുശ്രൂഷകളൊക്കെ സ്വീകരിക്കേണ്ട ആളല്ലേ. അപ്പോൾ അങ്ങനെ കൊതിപ്പിക്കുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
ഞാൻ എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഡീക്കനായിട്ട് പിതാവിൻ്റെ മുമ്പിൽ, തക്കല പിതാവാണ് എനിക്ക് പട്ടം തന്നത്, ഞാൻ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഓരോ വരദാനങ്ങൾ എണ്ണി എണ്ണി പുരോഹിതന് കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗമുണ്ട്. അവന് ശുശ്രൂഷ പൗരോഹിത്യത്തിന് ആവശ്യമുള്ള എല്ലാ വരദാനങ്ങളും, സൗഖ്യത്തിനും അതുപോലെ തന്നെ പ്രവചനത്തിനും ഭാഷാപരത്തിനും എല്ലാത്തിനും എണ്ണി എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കൈവിരിച്ചു പിടിക്കും. ഞങ്ങൾ 9 പേർ ഒരുമിച്ചാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. ഞങ്ങൾ 9 പേർ നിരന്നിങ്ങനെ അൾത്താരെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കണ്ണടച്ച് തല കുനിച്ച് ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഞാൻ നല്ല സന്തോഷത്തോടാണ് സ്വീകരിക്കുന്നത്. ആത്മാവെ മുഴുവനായിട്ട് ഇങ്ങനെ തരണം കേട്ടോ, എല്ലാം ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് മൊത്തം വരദാനങ്ങളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൈ വിരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ബുദ്ധിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ കഴക്കുകയാണ്, കനം കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ. ഞാനിങ്ങനെ തമ്പുരാനോട് സ്നേഹപൂർവ്വം, എന്നാൽ മനസ്സിലൊരു തമാശ, നമുക്ക് ആ ഒരു തമാശ ഒപ്പിക്കാൻ പറ്റിയ സ്ഥലമല്ലെങ്കിൽ പോലും അങ്ങനെ ചോദിച്ചത് കനത്തിൽ തന്നുകൊണ്ടിരിക്കുക മുഴുവനായിട്ട്. അതാണ് പരിശുദ്ധാത്മാവ്. ചോദിക്കുന്നവർക്ക് മുഴുവനായിട്ട് എൻ്റെ ആത്മാവിനെ തരാമെന്നുള്ളത് ഹെൽപ്പർ. നമുക്കിനി ജോസേട്ടനിലേക്ക് വരാം. ജോസേട്ടനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ജോസേട്ടൻ ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ധ്യാന വിഭാഗത്തിൻ്റെ കോർഡിനേറ്ററാണ്. ഒത്തിരി ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ചും ഈശോയെപ്പറ്റി പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എങ്ങനെ ജോസേട്ടന് ചോദിക്കാനുള്ള ചോദ്യം ആൻറ്റിയിൽ ചോദിച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്, കൂടെ നടക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൂടെ നടക്കുന്ന കമ്പാനിയനോടാണല്ലോ നമ്മൾ തീരുമാനങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഭാര്യയോടാണല്ലോ ഏറ്റവും കൂടുതൽ തീരുമാനം ഭർത്താവ് സാധാരണഗതിക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ അതുപോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിശുദ്ധാത്മാവ് സഹായിക്കാറുണ്ടോ? നമ്മൾ ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത് പോലെ. തീർച്ചയായിട്ടും പല അനുഭവങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ എടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചൊരു കാര്യം എനിക്ക് പറയാനായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒന്ന്, ഞാനൊരു ബിസിനസ് ഫാമിലി ആയിരുന്നു. ഞങ്ങളെല്ലാവരും പാരമ്പര്യമായിട്ട് കച്ചവടക്കാരാണ്. അപ്പോൾ എനിക്ക് 4 മക്കളാണ്. 3 പെൺമക്കളും 4-ാമൻ ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ ശരിക്കും കുറച്ച് നാളുകളായിട്ട് 3 കുട്ടികൾക്ക് ശേഷമൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിലൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു പ്രചോദനം തരാൻ തുടങ്ങി, ബിസിനസ്സിൽ നിന്നും പതുക്കെ ഒന്ന് മാറുക. അപ്പോൾ അത് ഞാൻ ആദ്യം ഓർത്തത് വെറുതെ ആയിരിക്കും. പക്ഷേ കൂടുതലായിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബിസിനസ് ഒഴിവാക്കാനെന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ചിന്ത അതങ്ങനെ മാറിയാൽ ശരിയാകുമോ? അപ്പോൾ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും ഷെയർ ചെയ്യും, ബിസിനസ് മാറിയാൽ പിന്നെ നമ്മളെങ്ങനെ. പക്ഷേ ശക്തമായിട്ട് ഒരു പ്രചോദനം പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരികയാണ്, നീ ബിസിനസ്സിൽ നിന്ന് മാറണം. അപ്പോൾ എല്ലാവരും പൊട്ടത്തരമെന്ന് പറയും. ഞാനത് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും അപ്പച്ചനും സമ്മതിച്ചില്ല ആദ്യം. പക്ഷേ പിന്നീട് ഇതിനുള്ള സമയം, അപ്പം 4-ാമത്തെ കുഞ്ഞുവാവ വരാൻ പോകുന്നു, പ്രഗ്നൻ്റായി. പ്രഗ്നൻസിൻ്റെ ആ അവസാനം കുഞ്ഞുവാവ വരാൻ സമയമാകുന്നത്തേക്കും ഇതിൻ്റെ ഏകദേശം ഒരു മൂർധന്യാവസ്ഥയിലെത്തി ബിസിനസ്സിൽ നിന്ന് മാറുക എന്നുള്ളത്. അത് പരിശുദ്ധാത്മാവിനെ ക്രമീകരിച്ചു. കൃത്യമായിട്ടുള്ളൊരു സമയത്ത് ബിസിനസ്സിൽ നിന്നൊന്ന് മാറാനായിട്ടുള്ളൊരു സാഹചര്യം പരിശുദ്ധാത്മാവ് തന്നെ ക്രമീകരിച്ചു തന്നു. ആ ഒരു തീരുമാനം, ഞാൻ ബിസിനസ്സിൽ നിന്ന് മാറുന്നു. ഈ സമയത്ത് അടുത്തൊരു 1-2 മാസങ്ങൾക്കുള്ളിൽ കുഞ്ഞുവാവ പുറത്തു വരുന്നു. ആൺകുട്ടിയായിരുന്നു, ജോഷുവ എന്നാണ് അവൻ്റെ പേര്. മൂത്തത് 3 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഈ മൂത്ത 3 പെൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു പ്രസൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. കാര്യം ഞാൻ കച്ചവടം രാവിലെ പോവും, പിന്നെ ഉച്ചക്ക് വരും ഭക്ഷണം, പിന്നെ രാത്രി വരുമ്പോഴത്തേക്ക് ഇവർ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മൂത്ത കുട്ടികൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അമ്മയായിട്ടാണ്. കാര്യം എന്നെ കിട്ടാറില്ല, അമ്മ കുഞ്ഞുങ്ങളാണ്. അവരെന്ത് വിശേഷമോ നമ്മുടെ അടുത്ത് പറയുന്നു. അപ്പനെ കുടുംബ പ്രാർത്ഥനക്കൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ എൻ്റെ സാന്നിധ്യവും അതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനറിയാമായിരുന്നു 4-ാമത് വരുന്ന കുഞ്ഞിന് അപ്പൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്ന്, അപ്പൻ്റെ ചൂട് അവന് വേണമെന്നുള്ളത് പരിശുദ്ധാത്മാവിനറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ബിസിനസ്സിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ പറയാം ഫ്രീ ആയി. അത് കുഞ്ഞുവാവനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അറിയണത് അവന് അരക്ക് കീഴ്പോട്ട് ഒരു മൾട്ടിപ്പിൾ ഡിസ്ലൊക്കേഷനായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. അവനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ സംഭവം. സ്കാനിങ്ങിലൊന്നും കണ്ടില്ലായിരുന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതൊക്കെ മറച്ചു വെച്ചു. കാര്യം ഇവൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന് ക്രമീകരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇവനെ നമ്മൾ സ്വീകരിച്ചു. പുറത്തു വന്നപ്പോഴാണ് ഇത് കാണുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവനെ കൊണ്ടുള്ള ഓട്ടമാണ്, ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ ഓട്ടം. ഞങ്ങൾ പിന്നെ ഇവൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം മണിപ്പാൽ, മംഗലാപുരത്ത്, അവിടെയാണ് ഇവന് 3-4 ഓപ്പറേഷനിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോൾ ഇവിടെയൊക്കെ എൻ്റെ ഒരു പ്രസൻസ് അത്യാവശ്യമായിരുന്നു. ശരിക്കും ഞാൻ ഇപ്പോൾ പുറകോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 3.5 വയസ്സായവന്. അപ്പോൾ ശരിക്കും അവന് അപ്പൻ്റെ ചൂട് ആവശ്യമായിരുന്നു, അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യം.
അത് കൊടുക്കുവാനായിട്ട് തമ്പുരാൻ വളരെ മനോഹരമായിട്ട് കുഞ്ഞിന് നോക്കാനായിട്ട് അപ്പുറം സമയം കിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് മുമ്പേ മനസ്സിലാക്കി ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ഇരുത്തി കൊച്ചിനെ നോക്കിച്ചു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും കൃത്യമായ തീരുമാനം എടുപ്പിക്കൽ എന്ന് പറയുന്നത്. ചേച്ചി വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് സാധാരണ ചേച്ചി ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഇപ്പോൾ വീട്ടിൽ തൽക്കാലത്തേക്ക് ഇരിക്കുമല്ലേ, അപ്പോഴത്തേക്ക് ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ജോസേട്ടനെ ഇപ്പോൾ ധ്യാനിപ്പിക്കാനൊക്കെ സഹായിക്കാനൊക്കെ പോകുന്നുണ്ട്, മിനിസ്ട്രികൾക്കൊക്കെ പോകുന്നുണ്ട്, മക്കളൊക്കെ സ്കൂളിൽ പോകുന്നു. അന്നേരം വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു ഹെൽപ്പറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, സഹായകനായിട്ട്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരനായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ പാചകത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചില അമ്മമാരുടെ ഭയങ്കര മനോഹരമായ ഷെയറിങ്ങൾ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഞാനിപ്പോഴാണ് മറന്നു പോയിട്ടും എല്ലാം പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് ഒന്നും ഇപ്പിട്ട് തന്നേക്കണം സഹായിച്ചെന്ന് പറഞ്ഞിട്ടപ്പോൾ എല്ലാം ക്ലിയർ ആക്കി. അങ്ങനെ കുറേ മനോഹരമായ അനുഭവങ്ങൾ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും മനോഹരമായ അനുഭവങ്ങളോ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട, അടുക്കളയായിട്ട് ബന്ധപ്പെട്ട, കാരണം ഇത് കേട്ടിരിക്കുന്ന ഒത്തിരി അമ്മമാർക്ക് അവരുടെ പ്രിപ്പറേഷനൊക്കെ, അവരുടെ ഭക്ഷണം ശുശ്രൂഷകളൊക്കെ ഇച്ചിരി മനോഹരമായിട്ട് ആക്കി തീർക്കാനായിട്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഹായിച്ചേക്കും. തീർച്ചയായും വെച്ചാൽ എനിക്ക് 3 കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. 7:15 രാവിലെ 7:15 വണ്ടി വരും. അപ്പോൾ ചോറ് കെട്ടി കൊടുത്തഴക്കണം. പലപ്പോഴും ചില സമയത്ത് ഞാൻ എഴുന്നേൽക്കാൻ താമസിച്ചു പോകും. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഭയങ്കര ലേറ്റായിപ്പോൾ എഴുന്നേറ്റപ്പോൾ ചോറ്, എനിക്കറിയാം ചോറ് ആ സമയത്തിനുള്ളിൽ വേഗില്ലെന്ന്. ഞാനിങ്ങനെ കഞ്ഞിയുടെ മീതെ കലത്തിൻ്റെ മീതെ കൈവച്ചിങ്ങനെ പ്രാവശ്യം പരിശുദ്ധാത്മാവ് വേവിച്ച് തരണേന്ന് പറഞ്ഞു. ശരിക്കും ആ സമയത്തിനുള്ളിൽ ചോറ് വെന്ത് ടിഫിൻ കൊടുത്തഴക്കാൻ പറ്റി. ചില ദിവസങ്ങളിൽ ഇതേപോലെ കറിയും വേകാറില്ല. അപ്പോഴും ഇങ്ങനെ അതിൻ്റെ മീതെ കൈവച്ചിങ്ങനെ പ്രാർത്ഥിച്ച് വേവിക്കാനൊക്കെ പറ്റുമല്ലോ. നമ്മൾ സാധാരണ കേട്ടിരിക്കുന്ന ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ പരിശുദ്ധാത്മാവ് സൗഖ്യം കൊടുക്കും, പരിശുദ്ധാത്മാവ് വചനപ്രഘോഷത്തിലുള്ള വരം കൊടുക്കും, പരിശുദ്ധാത്മാവ് കുക്കിങ്ങിനുള്ള വരം കൊടുക്കുന്നു. കേട്ടിരിക്കുന്ന ഒത്തിരി അമ്മമാർക്ക് അപ്ലൈ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാചക വിധിയാണിത്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരത്തേക്ക് കറിക്കൊക്കെ നല്ല ചിലപ്പോൾ എക്സ്ട്രാ ടേസ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ ചോദിക്കുമ്പോൾ അതൊരു ട്രിക്ക് കാണിച്ചെന്ന് പറയും. ഞങ്ങൾക്ക് എന്താണ് അപ്പോൾ അത് ചിലപ്പോൾ എന്താണ് വീട്ടിലെല്ലാവർക്കും അപ്പച്ചനൊക്കെ നല്ല ടേസ്റ്റ് വേണം കറിക്ക്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവള് പറയും ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചു, അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കറിക്കൊക്കെ പരിശുദ്ധാത്മാവ് തരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതെല്ലാം വീടിൻ്റെ ആംബിയൻസിലാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു കുഞ്ഞിൻ്റെ ഒരു കുറവുണ്ട്. കാരണം നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളെ അല്ലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണത്. നമ്മൾ എങ്ങനെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളെ പഠിക്കാൻ സഹായിക്കുന്നു. ഞാൻ സ്കൂളുകളിലൊക്കെ ചെറിയ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പിള്ളേർക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന സമ്മാനമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പഴയൊരു പ്രാർത്ഥനയില്ലേ, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, വെളിവിൻ്റെ കതിരുകളയച്ച്, മനോഹരമായ പ്രാർത്ഥന. നൂറ്റാണ്ടുകളായിട്ടുള്ള സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഇത്. കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും വലിയ സിമ്പിൾ ടെക്നിക്കാണ്. പഠിക്കുന്നതിന് മുമ്പ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ജപമൊന്ന് കാണാതെ പഠിച്ച് മനോഹരമായിട്ട് ധ്യാനിച്ചിട്ടൊന്ന് തുടങ്ങുക. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ, ഞാൻ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പഠന സമയത്തൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാരണം നമുക്ക് പുറത്ത് പഠിക്കാൻ വേണ്ടി ഇംഗ്ലീഷൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഇംഗ്ലീഷ് മാത്രം ഓടത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഈസും വാസൊക്കെ വെച്ച് കുറേ നാൾ നാട്ടിലൊക്കെ ഓടിയത് കൊണ്ട് പുറത്ത് പോയി പണി മേടിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ റിട്ടേൺ എക്സാം കുറവാണ്. അതാണ് നമുക്ക് പിന്നെ 3 മണിക്കൂറുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് എഴുതി വെക്കാമല്ലോ. ഇത് നമുക്ക് ഈ വൈവ് വരുമ്പോഴത്തേക്ക് ആകെ 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് വൈവ് കാണും. പ്രൊഫസർമാർ 1 പേരും മാറി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ ഈശോനെ പോലെ കുരിഞ്ഞിങ്ങനെ മറ്റേ പീലാത്തസിന് മുമ്പിലിരിക്കുന്ന ഈശോ ഇല്ല. അപ്പോൾ 1-2 വൈവയൊക്കെ ഞാൻ അങ്ങനെ പൊട്ടി തകർന്നു പോയി. പിന്നെ നമ്മളിപ്പോൾ ചോദിച്ചു ഈ ഫോർമാറ്റിൽ പോയാൽ പണി പാളും. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് എൻ്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റി നോക്കി. ഞാൻ സാധാരണ നമ്മൾ ഈ വൈവ നടക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് വൈവ ഹോളിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഭീകരം. വൈവ കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഓടിപ്പോയി ചോദിക്കുന്നത് ഏതൊക്കെ ക്വസ്റ്റൻ ചോദിച്ചത്, ഏതൊക്കെ ചോദിച്ചു, അത് ചോദിച്ചു. അപ്പോൾ വീണ്ടും പുതിയ ഗൈഡ് മറിക്കുന്നു, പഠിച്ചു പോയാൽ വേറെ ആളുടെ ഷോർട്ട് നോട്ട് നോക്കുന്നു. ഭയങ്കര വെപ്രാളായിരിക്കും വൈവ ഹോളിൻ്റെ ഫ്രണ്ടിൽ. ഞാനും കുറേ നാൾ ഇങ്ങനെ ഓടിയായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു വൈവയ്ക്ക് പോകുന്നത് നമുക്ക് കുറച്ച് നേരം ചാപ്പലിൽ പോയിരിക്കും. ഞാൻ ചാപ്പലിൽ പോയി കുറേ നേരം പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എടുത്ത് ഷോർട്ട് നോട്ടെല്ലാം അങ്ങ് വെച്ചിട്ട് നിറയാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കും. എന്നിട്ട് എത്രയും തലം അത് പ്രാർത്ഥനയൊക്കെ ചൊല്ലിങ്ങി ഇറങ്ങി സന്തോഷത്തിൽ ഇറങ്ങി വന്നിട്ട് എനിക്ക് മുമ്പ് 1-2 പേരുള്ളപ്പോൾ മാത്രമേ വൈവ ഹോളിന് മുമ്പ് വരത്തുള്ളൂ. ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഞാൻ ആഘോഷമായിട്ട് ആരും കാണാതെ, കണ്ട് സ്തുതിക്കാൻ നാണായതുകൊണ്ടാണ്, ആരും കാണാതെ ഏതെങ്കിലും മൂലയിൽ ടോയ്ലറ്റിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് നന്നായിട്ട് അങ്ങ് സ്തുതിക്കും. സ്തുതിച്ച് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് അഭിഷേകം നിറയുകയും പിന്നെ ഭയങ്കര കോൺഫിഡൻസാണ്. നമ്മൾ പോയി നിന്നിട്ട് അറിയാമെന്നൊക്കെ അങ്ങനെ കേട്ടിട്ട് പോലും പണ്ടപ്പോഴും ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓടി വരും. എത്ര പരിശുദ്ധാത്മാവ് കൃത്യതയോടെയാണ് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടു തരുന്നറിയാവും. അതായത് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഇവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ തോന്നാവുന്ന കുഞ്ഞു സംശയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേട്ടു, പരിശുദ്ധാത്മാവ് കറി വെക്കാൻ സഹായിച്ചു, പരിശുദ്ധാത്മാവ് തീരുമാനം എടുക്കാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ചെവി വന്ന് പറഞ്ഞു, മുമ്പിൽ നിന്ന് പറഞ്ഞു.
ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു സാധാരണ ആവറേജ് കത്തോലിക്കരെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇത്. ആ സംശയം ഞാൻ ഡെയ്സലിന് ചോദിക്കുകയാണ്. ആൻറ്റി, എങ്ങനെയാണ് ഒരു സാധാരണക്കാരന്, ഒരു ദൈവവിശ്വാസി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ പറ്റും? വചനത്തിൽ പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുമെന്ന്. ഇടയൻ്റെ സ്വരം കേൾക്കും. അപ്പം നമ്മൾ ആർക്കും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംഭവമല്ല ഇത്. എല്ലാവർക്കും, ഈശോയുടെ ആടുകൾക്ക് എല്ലാവർക്കും ആ സ്വരം കേൾക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ഈ സ്വരം കേൾക്കുന്നത് ഞാൻ എങ്ങനെയാണ് ശീലിച്ചതെന്ന് വെച്ചാൽ, മാതാവിനോട് ചേർന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് ഒരു സുഹൃത്ത് ജപമുണ്ട്, അത് കൂടെ ഞാൻ ചൊല്ലും. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമെന്നൂടെ ചേർക്കും. പക്ഷേ ഈ ഒരു സുഹൃത്ത് ജപം എത്രയും കൂടുതൽ ചൊല്ലുന്നു അത്രയും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം നിറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടല്ലോ, അത് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഞാൻ അറിയാതെ എങ്കിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് മാറുകയും പുള്ളി ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ നയിച്ചുകൊണ്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ട്, ചിലപ്പം ചിന്തയായിട്ടായിരിക്കും, ചിലപ്പം വേറെ ആരിലൂടെ ആയിരിക്കും, എങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവ് ഇങ്ങനെ, അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവ് എന്നെ ഓരോ നിമിഷവും നയിക്കുന്ന. സഭാപിതാക്കന്മാർ പറയുന്നത് പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെയാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചില്ലെങ്കിൽ മാടപ്രാവിനെ പോലെ മിണ്ടാതെ സങ്കടപ്പെട്ട് പറന്നു പോകുന്നുള്ളത്. ശരിക്കും പുള്ളി വിഷമിക്കുന്നതായിട്ടാണ് അനുഭവിക്കുന്നത് നമ്മൾ. അങ്ങനെ ആൻറ്റി പറഞ്ഞു തുടങ്ങിയല്ലോ പരിശുദ്ധാത്മാവിനെ എങ്ങനെ കേൾക്കാമെന്ന്. കേൾക്കാൻ ഏറ്റവും നല്ലത് മാതാവിനൊപ്പം ഇരിക്കുക. നമ്മൾ കൂദാശകളിലൂടെ തുടർച്ചയായിട്ട് കൂദാശകൾ സ്വീകരിച്ച് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മനോഹരമായിട്ട് ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങൾ ചിലർക്ക് പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ പറ്റത്തില്ല. സഭാപിതാക്കന്മാർ പറയുന്നത് 3-4 കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ഏതെങ്കിലും മാരകഭാവത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ് ആയിരിക്കും. നമ്മളുള്ള പരിശുദ്ധാത്മാവ് നിശബ്ദമായിട്ട് പറന്നു പോകുന്ന പറയുന്നത്. അത് രണ്ടാമത്തെ കാര്യം, കൂദാശകൾ നമ്മൾ അയോഗ്യതയോടെ സ്വീകരിക്കുക, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുള്ള സകല അനാദരവുകളും പരിശുദ്ധാത്മാവിനെ ഒത്തിരി വേദനിപ്പിക്കുന്ന അവസ്ഥ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ക്ഷമിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഉറപ്പ്, ഒരു സംശയമില്ല, ക്ഷമിക്കാതെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ ഉള്ള അവസ്ഥ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ടോട്ടലി ഇനാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കേൾക്കണമെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു സ്റ്റെപ്പുകൾ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, കൂദാശകൾ തുടർച്ചയായിട്ട് സ്വീകരിക്കുക, വചനം തുടർച്ചയായിട്ട് വായിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരം നടത്തുക. കുമ്പസാരം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിന് എന്തൊരു സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്ന, നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന് കൃത്യതയോടെ കാണിച്ചു തരും. ഈ പൗലോസിൻ്റെ യാത്രകളും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ബാക്കി അപ്പസ്തോലന്മാരുടെ യാത്രകളൊക്കെ കാണുമ്പോഴത്തേക്ക് ബൈബിൾ എത്ര മനോഹരമായിട്ട് പറയുന്നത്. ആത്മാവ് പറഞ്ഞു അങ്ങോട്ട് പോകും, അവരങ്ങോട്ട് ബോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ ആത്മാവ് പറഞ്ഞു അവിടെ ഒന്നും പറയണ്ട, ഇവിടെ മിണ്ടരുത്, നീ ഇവിടെ അടുത്തടുത്ത് പോയിട്ട് പ്രസംഗിക്കും. അടുത്തടുത്ത് പോയി. ഞാനത് ചിലപ്പോഴൊക്കെ വായിക്കുമ്പോഴത്തേക്ക് തമാശയായിട്ടൊക്കെ തോന്നാറുണ്ട്. ഇവിടുന്ന് മൈലുകൾക്ക് അപ്പുറം കപ്പലൊക്കെ പിടിച്ച് അവിടെ ചെന്ന് പരിശുദ്ധാത്മാവ് പറയണോ ഇവിടെ ഒരു അക്ഷരം നീ മിണ്ടിപ്പോരുത്, നീ അടുത്തടുത്ത് പോയിട്ട് പ്രസംഗിക്കും. എത്ര നൈസായിട്ട് പരിശുദ്ധാത്മാവ് ഇവരെ അങ്ങ് കൊണ്ടു നടക്കുന്നത്. ആത്മാവിനാൽ ട്യൂൺഡായിരുന്നതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ജോസഫിനോട് ചോദ്യം ചോദിച്ചിട്ട്, ഇച്ചിരി വ്യത്യസ്തമായ ചോദ്യമാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പോയതോ, അല്ലെങ്കിൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഓർപ്പിച്ചിടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോയിട്ടുള്ള അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ സ്വാഭാവികമാണല്ലോ, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നല്ല അബദ്ധങ്ങൾ പിന്നെ നമ്മൾ തിരിച്ചറിവുണ്ടാകുന്ന കുറേ നാൾക്ക് ശേഷം ഇതങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ അന്ന് കേട്ടിരുന്നെങ്കിലൊക്കെ നമ്മൾ പറയത്തില്ലേ. അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ അങ്ങനെ ഒരു സംഭവം അത് കുറേ അബദ്ധങ്ങൾ പലപ്പോഴും പറ്റുമല്ലോ, സ്വാഭാവികമാണല്ലോ ജോസഫിനാകുമ്പോഴത്തേക്ക് അബദ്ധങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് ചോദിക്കാതെ ഒരുപാട് അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നൊരു കാര്യം, ഞങ്ങളൊരു വണ്ടി, ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടിങ് ഒരു ഇതുണ്ട്. അപ്പോൾ അതിലൊരു വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു സംഭവം, ഒരു 3 വണ്ടിയുണ്ട്. അപ്പോൾ 4മതൊരു ട്രെയിലർ വണ്ടി എടുക്കണം. അപ്പോൾ പുതിയ വണ്ടി. അപ്പോൾ ഇവളെന്നോട് എപ്പോഴും പറയുന്നുണ്ട്, ജോഷോ പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവോട് ചോദിച്ചിട്ട് എടുത്താൽ മതി. പക്ഷേ ആ സമയത്ത് എന്തോ കാര്യം എല്ലാവരും വണ്ടി എടുക്കുന്നു, ആ ഒരു ട്രെൻഡ് അങ്ങനെ ആയിരുന്നു. കാര്യം ആ സമയത്ത് ഇങ്ങനെ ഒരു വില കുറവിൻ്റെ ഒരു വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വരുന്നു. അപ്പോൾ എല്ലാ വണ്ടികളിലെടുക്കുന്ന ആൾക്കാരും വണ്ടികൾ എടുത്ത് 2-3 വണ്ടികളൊക്കെ എടുക്കണതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പൊട്ട ബുദ്ധിയിൽ ഞാൻ ഓർത്തേ, എങ്ങാനും പരിശുദ്ധാത്മാവോട് ചോദിച്ചു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എടുക്കേണ്ടതെങ്ങാനും പറഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം എല്ലാവരും വണ്ടി എടുക്കണതാണ്. നമ്മളെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ വണ്ടി അപ്പോൾ എടുക്കണം. ഇവളെപ്പോഴും പുറകെ കിടന്ന് പറയും ചോദിച്ചിട്ടെടുത്താൽ മതി. ഞാൻ പറയും ചോദിക്കാം. എവിടെ ഞാൻ ചോദിച്ചില്ല. വണ്ടി എല്ലാവരും എടുക്കണ പോലെ ഞാനും വണ്ടി എടുത്തു. ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഒരു നഷ്ടത്തിന് ആ വണ്ടി വിൽക്കേണ്ടി വന്നു.
കുറേ അധികം ആ കടങ്ങളൊക്കെ കയറി, ഫിനാൻസൊക്കെ മുടങ്ങി. കാര്യം എല്ലാവരും അന്ന് ആ സമയത്ത് വണ്ടി എടുത്ത പലവരും വണ്ടി വിൽക്കുന്ന കൂട്ടത്തിൽ എനിക്കും ആ വണ്ടി എല്ലാവരും ചെയ്ത് കൊടുത്ത് ഞാനും ചെയ്തുകൊണ്ട് എല്ലാവരും വിറ്റുകൂടെ ഞാനും വിൽക്കേണ്ടി വന്നു. അപ്പോൾ അതെനിക്കൊരു പാഠമായിരുന്നു. എന്തും ആത്മാവിനോട് ചോദിച്ച് ചെയ്യണമെന്നുള്ള ഒരു പാഠം എനിക്ക് കൗൺസിലർ നമ്മൾ എന്തും ആത്മാവിനോട് കൗൺസിൽ ചെയ്തിട്ട് മാത്രമേ, ആലോചന ചോദിച്ചിട്ട് മാത്രമേ. ഭൂരിഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ ഓടരുത്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു ചിലപ്പോൾ അപ്പോൾ പൊട്ടത്തരാമെന്ന് തോന്നും, പക്ഷേ പിന്നീട് പരിശുദ്ധാത്മാവ് അത് നല്ല മനോഹരമായിട്ട് ക്രമീകരിക്കും എന്നുള്ളത്. ആൻറ്റിക്ക് ഇതുപോലെ എന്തെങ്കിലും പണി പരിശുദ്ധാത്മാവ് വീട്ടിൽ തന്നിട്ടുണ്ടോ? വീട്ടിൽ അങ്ങനെ തന്നിട്ടില്ല. ഈ എനിക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, അതായത് ആത്മാവ് കൃത്യമായിട്ട് വളാതിരിന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ പൗലോസ്ലീഹയുടെ അനുഭവങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതുപോലെ, അതായത് ഞാൻ ജോലിക്ക് പോവുക, ബാങ്കിൽ പോവുക, ഞാൻ പൊക്കിയോണ്ട് സ്കൂട്ടർ ഓടിച്ച് പോവുക. പോകുമ്പോഴത്തേന് ഒരു ജംഗ്ഷൻ വരുമ്പോഴത്തേന് പിന്നെ എനിക്ക് നേരെയാണ് പോകേണ്ടത്. ഇടത്തോട്ടും വലത്തോട്ടും വഴിയുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇനി വലത്തോട്ട് തിരിയുന്നു. അപ്പം ഞാനിങ്ങനെ വലത്തോട്ട് തിരിഞ്ഞാൽ ഞാൻ അങ്ങനെ കറങ്ങിപ്പോകണ്ടേ ബാങ്കിൽ. അപ്പോൾ അത് ഡിസ്റ്റൻസ് കൂടുതലാണല്ലോ, ഞാൻ ലേറ്റ് ആകത്തില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും. പക്ഷേ എനിക്ക് നേരെയല്ലേ പോകേണ്ടത്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ട് അതനുസരിച്ചിരിക്കാം. അതായത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലത്തോട്ട് പോകുന്നു. ഞാൻ വലത്തോട്ട് പോയി കുറച്ചങ്ങ് പോയപ്പോഴത്തേന് എൻ്റെ മുമ്പിലോട്ടൊരു സ്ത്രീ വന്ന് ചാടി, വണ്ടി നിർത്തി. നോക്കിയപ്പോഴത്തേ എനിക്ക് കുറേ നാൾ മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ്. അവർ എന്നെ തപ്പി നടക്കുമായിരുന്നു. അവർക്ക് എൻ്റെ വീട് അറിയത്തില്ല, എൻ്റെ ഓഫീസ് അറിയത്തില്ല, എൻ്റെ ഫോൺ നമ്പർ ഇല്ല. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി മീൻ വിൽക്കാൻ പോകുന്ന സ്ത്രീയാണ്. അതായത് ഞാനിന്ന് മീൻ പോലും വിൽക്കാൻ പോവാതെ പള്ളിയിലോട്ട് ഞാൻ ഇങ്ങനെ ബോധമില്ലാതെ നടക്കുക. എവിടെയെങ്കിലും വെച്ച് ഈ ആൻറ്റിയെ എനിക്കൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് അവർ വന്നുകൊണ്ടിരിക്കുവാണ്. കൃത്യം ഞാൻ മുമ്പിൽ വന്ന് വീഴുകയും അങ്ങനെ വലത്തോട്ട് പറഞ്ഞ് നയിച്ച് കൊണ്ട് സ്പോട്ടിലെത്തിക്കുന്ന ആവശ്യക്കാരുടെ ജംഗ്ഷനിൽ ചേർന്നപ്പോഴത്തേനും വലത്തോട്ട് തിരിയെന്ന് പറയുന്നത് മാനുഷ്യമായിട്ട് ചിന്തിച്ചാൽ ആനന്ദന വലത്തോട്ട് തിരിയണേന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ അവരെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് എന്തിനാണ് വലത്തോട്ട് തിരിയെന്നുള്ളത് പറഞ്ഞ്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒത്തിരി അനുഭവങ്ങൾ കേട്ടു, വിശുദ്ധരുടെ അനുഭവങ്ങൾ, നമ്മുടെ കൂടെ തന്നെ ഇവർ ഷെയർ ചെയ്ത അനുഭവങ്ങൾ. ഇവരാരും ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള വ്യക്തികളായതുകൊണ്ടല്ല, മറിച്ച് ആത്മാവിനോടൊപ്പം മണിക്കൂറുകളോളം ഇരുന്ന് ദൈവഹിതം അറിയാൻ വേണ്ടി ദൈവത്തിന് മുമ്പിൽ മണിക്കൂറുകളോളം ഇരുന്നുകൊണ്ടാണ് ഇവർക്ക് ദൈവഹിതം കേൾക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ സജഷൻ ഇതാണ്: കുറേ നേരം ആത്മാവിനൊപ്പം ഇരിക്കുക. സമയം നമ്മൾ കണ്ടെത്തി തന്നെ പുലർകാലത്തോ രാത്രിയിലോ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ അധികം നേരം ആത്മാവിനോടൊപ്പം ഇരുന്ന് സ്വന്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ആത്മാവിനെ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും. നമുക്കൊരു നിമിഷം ഒന്നു ചേർന്ന് ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും അടുത്ത് നിൽക്കുക. കരങ്ങളൊക്കെ ഒന്ന് രണ്ടുപേരും ചേർത്ത് പിടിക്കുക. മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അരികിലേക്ക് വച്ചു പിടിപ്പിക്കുക. ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ആത്മാവേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നീ ഇറങ്ങി വന്ന് മുൻപിൽ നിന്ന് നയിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തിയായി നീ എപ്പോഴും ഉണ്ടാകണമേ, സഹായകനായി. പ്രത്യേകിച്ച് ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥകളിൽ, ഞങ്ങളുടെ പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങളിൽ, ഞങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന ഓരോ അവസ്ഥകളിലെല്ലാം ആത്മാവേ നീ ഞങ്ങളെ നയിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ, ഞങ്ങളുടെ മക്കളുടെ ഭാവിയെപ്പറ്റി, ഞങ്ങളുടെ ജോലിയെപ്പറ്റി, ചില രോഗാവസ്ഥകളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ആത്മാവേ നീ നിത്യസഹായകനായി സ്വർഗത്തിൻ്റെ സമ്മാനമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആത്മാവിനെ കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. പരിശുദ്ധാത്മാവേ, നിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന വ്യക്തികളാവാൻ ഞങ്ങളെ സഹായിക്കണമേ. വരദാനങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്ന വിശുദ്ധരായ കുഞ്ഞുങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലും തിരുസഭയിലും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും, ഓരോ ചെറുതും വലുതുമായ എല്ലാ തീരുമാനങ്ങളും ആത്മാവിനാൽ നയിക്കപ്പെടട്ടെ. ഓ ഈശോയെ, നിന്റെ നിത്യസഹായകനെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഇടയിലേക്ക് അയച്ചു കൊടുക്കണമേ. ആദ്യ പന്തക്കുസ്താ ദിനത്തിൽ ശിഷ്യന്മാർ അനുഭവിച്ച അതേ അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഈ നിമിഷം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായി ഞങ്ങളിലും ഉണ്ടാകണമേ. തീനാവുകളായി ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപത്തിൻ്റെ സകല മാലിന്യങ്ങളും നീക്കി പരിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒന്ന് ചേർന്ന് തലകുനിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ശംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധുരമൊഴി